ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇതുപോലുള്ള ബുക്കുകൾ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് പഴയ തുണികൾ മാത്രം മതി. അപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് തുണികൾ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അതിൽ നിന്നൊരു ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മാർക്കർ പെന്നാണ്. അതിൻ്റെ മൂഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ റോസ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ മാർക്കർ പെൻ ഇങ്ങനെ നടുവിലോട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ആ തുണി ഇങ്ങനെ ഒരു കൈ വെച്ച് പതിയെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയാൽ മാത്രം മതി. നമ്മുടെ ആ റോസ് ഫ്ലവർ റെഡിയായി കിട്ടും. ഇത്രയും എളുപ്പമുള്ളൊരു റോസ് ഫ്ലവർ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടുണ്ടാവില്ല, ഷുവറാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇത്രയും മാത്രമേ വേണ്ടൂ. വേസ്റ്റ് തുണിയും ഒരു പെന്നും പിന്നെ കുറച്ച് ഗ്ലൂ. ബാക്കി വന്ന് ഇങ്ങനെ എടിച്ച് നിൽക്കുന്ന ഈ ഒരു ബാക്കി സംഭവങ്ങളൊക്കെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റിലൊക്കെ 10-15 ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് റോസ് ആയോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് റോസായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഇത് കോട്ടൻ്റെ ഒരു പീസാണ്. ആ ഒരു പീസ് വെച്ചിട്ട് ചെയ്തപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഫസ്റ്റ് ചെയ്തത് പോളി കോട്ടൺ ആയിരുന്നു, പിന്നെ ഒരു സിൽക്ക് പോലത്തെ ഒരു ടൈപ്പ് തുണി. ഇതിപ്പോൾ പ്യൂർ കോട്ടൺ ആണ്, കോട്ടൺ അല്ല ഓർഗൻസ തുണിയിലാണ്. കോട്ടൺ വെച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരുപാട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു പഴയ ആൽബത്തിൻ്റെ ഒരു കവറ് ഇളക്കിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കപ്പലിൻ്റെയൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ കുമ്പിൾ കൂട്ടി തരുന്നില്ലേ, ഒരു കോൺ ഷേപ്പിൽ, അതുപോലെ മടക്കിയെടുത്തിട്ട് അത് സ്റ്റാപ്ലർ അടിക്കുകയാണ്. പിന്നെ ഒരു കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ കുമ്പിളിനകത്ത് നിറയെ കുറച്ച് വേസ്റ്റ് പേപ്പർ നിറച്ചിട്ട് ഇതിലോട്ട് ഈ കാർഡ്ബോർഡ് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുക വേണ്ടൂ. എന്നിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ 2 കളർ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. ഞാനൊരു 3-4 കളേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെക്കുന്നതാണ് ഭംഗിയെന്ന് തോന്നി. അപ്പോൾ ഈ ബൊക്കെ തന്നെ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്തിട്ട് വേസിലൊക്കെ വെക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ മടക്കി ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. റാപ്പ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല, അല്ലാതെ ഒന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.